1988 പുറത്തിറങ്ങിയ ഒരു മനോഹര ചിത്രമാണ് ചിത്രം. ഇത് ഛായാഗ്രഹണം കൊണ്ടും ഇതിൻ്റെ കഥ, തിരക്കഥ, ഇതിലെ അഭിനേതാക്കൾ എല്ലാം കൊണ്ടും ഒന്നാം നിരയിൽ എന്നും മലയാളികൾ ഓർത്തിരിക്കുന്ന, വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചിത്രമാണ് ഇത്. ഇതിൻ്റെ അഭിനയ മികവ് എന്ന് പറയുന്നത് വളരെ മികച്ച നിലവാരം തന്നെ പുലർത്തിയിരിക്കുന്നു. ഒരു പുതുമുഖ താരമായ രഞ്ജിനിയാണിതിൽ കല്യാണിയായി വേഷമിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മോഹൻലാൽ വിഷ്ണു എന്ന കഥാപാത്രത്തെയാണിതിൽ അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ മികവുറ്റ ഒരു താരനിര തന്നെയാണ് ഇതിൽ വേഷമിട്ടിരിക്കുന്നത്. അതായത് മോഹൻലാൽ, രഞ്ജിനി എന്നിവരെ കൂടാതെ നെടുമുടി വേണു, പൂർണ്ണം വിശ്വനാഥൻ, സുകുമാരി, തിക്കുറിശ്ശി, മണിയൻ പിള്ള രാജു, എം ജി സോമൻ, ജഗദീഷ് എന്നീ ഒരു പറ്റം, അതുപോലെ തന്നെ ശ്രീനിവാസൻ എന്നീ ഒരു പറ്റം താരങ്ങൾ തന്നെയാണിതിൽ അഭിനയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടും മികച്ച ഒരു താരനിര ഈ ചിത്രത്തെ വളരെയധികം കളർഫുൾ ആക്കുകയുണ്ടായി. അതായത് നല്ല ഛായാഗ്രഹണം ആണ് ഇതിന് ഉള്ളത്. അതുപോലെ നല്ല ഒരു കഥ, അവതരണ മികവ് എല്ലാം കൊണ്ടും മോഹൻലാലിന് ഒരു ബ്രേക്ക് കൊടുത്ത ഒരു ചിത്രമാണ് ഇതെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇതിലെ ഗാനങ്ങൾ എക്കാലത്തും ശ്രദ്ധിക്കപ്പെടുന്നതും ഓരോ മലയാളിയും വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഗാനങ്ങളാണ് ഇതിൽ ചിട്ടപ്പെടുത്തി ആലപിച്ചിരിക്കുന്നത്. മോഹൻലാലിൻ്റെ ഈ ചിത്രത്തോടു കൂടിയാണ് എം ജി ശ്രീകുമാർ എന്ന ഗായകൻ കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ട് വരുവാൻ സാഹചര്യമൊരുക്കിയത്. കാരണം ഇതിലെ എല്ലാ ഗാനങ്ങളും തന്നെ ഒന്നിനൊന്നിന് മെച്ചപ്പെട്ടതാണ്. നഗമു, സ്വാമിനാഥ പരിപാല, അതുപോലെ തന്നെ പാടം പൂത്ത കാലം, ഈറൻ മേഘം എന്നെല്ലാം തുടങ്ങുന്ന ഗാനങ്ങൾ, അതിലെ അവതരണം, അതിലെ നൃത്തരംഗങ്ങൾ എല്ലാം തന്നെ ഒന്നിനൊന്നിന് മികച്ചതാണ്. അതുപോലെ തന്നെ ലിസി എന്ന മുൻനിര നായിക ഇതിൽ നല്ല ഒരു വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നു. ഇത് എന്നും എപ്പോഴും നമുക്ക് കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. എന്നും ഒന്നാം നിരയിൽ എത്തുന്നു ഈ ചിത്രം.